ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിഡ് ഗെയിമർ. അപ്പോൾ ഞാൻ സാംസങ് നിങ്ങൾ കാണുന്നില്ലേ സാംസങ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ് ഗാലക്സി സെഡ് ഫോൾഡ് 5 ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ കവറിൽ നിന്ന് ആ ഫോണിൻ്റെ പാക്കറ്റ് പുറത്തെടുക്കണം, ബോക്സ്. ഇതാണ് ഫോൺ. നോക്കിക്കോ, നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ കവറിൽ നിന്ന് പതുക്കെ പുറത്തെടുക്കണം, പതുക്കെ പുറത്തെടുത്തു. ഇതാണ് ഫോൺ, കണ്ടാ, ഇതാണ് ഫോൺ കേട്ടാ. ഇതാണ് ആ ഫോണിൻ്റെ പാക്കറ്റ്. നിങ്ങൾക്ക് എഴുതിക്കണ കാണാൻ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? ഗാലക്സി സെഡ് ഫോൾഡ് 5, ഇതാണ് ഫോൺ കേട്ടാ. എക്സാക്ട്ലി. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് അൺബോക്സ് ചെയ്യുന്ന ഫോണാണ്. അപ്പോൾ അവനോട് എനിക്ക് വലിയൊരു താങ്ക്സ് പറയണം. കാരണം എന്ന് വെച്ചാൽ അവൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് എനിക്ക് അൺബോക്സ് ചെയ്യാൻ തന്നതാണ്. ഞാനാണ് ഈ ഫോൺ പൊട്ടിക്കാൻ പോകുന്നത്. സീൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ എന്തായാലും വലിയൊരു താങ്ക്സ്. അപ്പോൾ ഞാൻ തുറക്കാൻ പോകണം കേട്ടോ. ഞാൻ തുറക്കാൻ പോണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വെച്ചു. ഞാൻ കത്തിയൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കത്തി കൊണ്ട് പൊട്ടിക്കണില്ല, അതും എഴുതിയിരിക്കുന്നത് പിടിച്ച് വലിക്കാനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിടിച്ച് വലിച്ച് നോക്കാം. ഓക്കെ, അതാണ് വലിക്കുന്നത്. ഓക്കെ ഓക്കെ, ആ അത് വലിക്കുമ്പോഴൊരു ഫീല്, പ്രത്യേക ഫീലാണ് കേട്ടോ. ഒരു രസമുണ്ട്, നൈസ്. അതുപോലെ ഈ സൈഡും ഞാൻ പൊളിക്കണ്. ഓക്കെ, അത് ഞാൻ പൊളിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ഭയങ്കര രസമുണ്ട് കേട്ടോ പൊളിക്കണ. ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഫോൺ ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്നത്, അതും ഇത്ര വലിയൊരു ഫോൺ. സാംസങ് ഗാലക്സി സെഡ് ഫോൾഡ് 5, അതാണ് ഫോൺ. ഫോൺ ഞാൻ തുറന്നു. ഇതാണ് ഫസ്റ്റ് പാക്ക് തുറക്കുമ്പോൾ കാണുന്ന ഒരു അവസ്ഥ. ഫോണ് ഒരു സൈഡിൽ ബോക്സിൻ്റെ ഒരു സൈഡ്, ഒരു കവറിൽ അതിൻ്റെ വേറൊരു ബോക്സാണ്. ആ ബോക്സിൻ്റെ ഉള്ള അതിൻ്റെ മാനുവൽ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ ആയിരിക്കണം. നോക്കാം നമുക്ക് എന്തായാലും. പക്ഷെ ഇത്രയും ചെറിയ ബോക്സിനുള്ളിൽ എങ്ങനെ ചാർജർ കൊള്ളുക? അതൊരു ഡൗട്ട് ഉണ്ട്. ചാർജർ ഇല്ലയെന്നുണ്ട് ഈ ഫോണിൻ്റെ ഉള്ളിൽ. എക്സാക്ട്ലി. ഇതാണ് ഫോണിൻ്റെ ലുക്ക്, കണ്ട. അപ്പോൾ ഞാൻ വലിച്ച് പുറത്തെടുക്കണത്. ഇതാണ് ഫോൺ. ഓക്കെ, ഇതാണ് കേസ്, അതിൻ്റെ ബോക്സ് ഇതാണ്. ഇതാണ് ഫോൺ. ഓക്കെ ഓക്കെ, ഇതാണ് അതിൻ്റെ ലുക്ക്. ഇതാണ് ക്യാമറ. ഇത് ബാക്ക് സൈഡ് ഉണ്ടാ കാണിക്കുന്നത്. ബാക്ക് സൈഡിലൊരു ഡിസ്പ്ലേ ഉണ്ട്, ക്യാമറയുടെ ഒരു പോർഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നീക്കി വെച്ചു. ഇനി ഞാൻ ബോക്സ് കാണിക്കുന്നത്. ആ ബോക്സിൻ്റെ ഉള്ളിൽ അവർ തന്നിങ്ങനെ ആ പാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തിൻ്റെ സംഭവം എന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇത് തുറക്കുന്നത്, അതായത് ഇത്രയും വലിയൊരു ഫോൺ സാംസങ്ങിന്. എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് നെറ്റിൽ കയറിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി പറയുന്നതാണ്. പക്ഷേ എനിക്ക് എക്സാക്ട്ലി ഈ ഫോണിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരു ആക്സിഡൻ്റൽ അൺബോക്സിംഗ് ആണത്. അവനെ അപ്രതീക്ഷിതമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ജസ്റ്റ് ഫോൺ നീ അൺബോക്സ് ചെയ്തോളാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു. അപ്പോൾ ഇതാണ് ടൈപ്പ് സി ആണ് പോർട്ട്. ടൈപ്പ് C to C ആണ് ഇതിൻ്റെ കേബിൾ. USB കേബിൾ വരുന്ന ടൈപ്പ് C to C. പിന്നെ അതിൻ്റെ മാനുവൽ കാണിക്കേണ്ടത്, മാനുവൽ, ഇൻസ്ട്രക്ഷൻ മാനുവൽ എല്ലാം ഉണ്ട്. ഓക്കെ, അത് കൂടാണ്ട് സിം എജക്ടർ ടൂളുണ്ട്, ചെറിയൊരു പിന്ന്. എല്ലാവർക്കും അറിയാം, അത് എല്ലാ ഫോണിനും സെയിമാണ്. സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് സിം എജക്ട് ചെയ്യാം. അപ്പോൾ ഇതതിൻ്റെ മറ്റേ ബോക്സാണ്, മറ്റേ ഇതിലുള്ള ബോക്സ്. അത് ഞാൻ കാണിക്കുന്നതാണ്. ബോക്സ് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കാണിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടുത്ത് പിടിച്ച് കാണിക്കണം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവന് ഞാൻ വീണ്ടും ഒരു താങ്ക്സ് പറയാണ്. കാരണം അവൻ അപ്രതീക്ഷിതമായിട്ട് വിളിച്ചതിനോട് പറയണു നീ അൺബോക്സ് ചെയ്തോളാൻ പറഞ്ഞിട്ട് അവൻ കാശ് കൊടുത്ത് വാങ്ങിയ ഫോൺ എനിക്ക് തരുന്നു. അത് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുതരുകയാണ് ചെയ്യണത്. എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ തിരിച്ച് വാങ്ങിയിട്ട് പോകണം. കാരണം എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ബെറ്റർ അല്ല. അപ്പോൾ അവൻ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഈ അൺബോക്സിങ് കഴിഞ്ഞിട്ട് ഒരു 9 മണി 10 മണിയായപ്പോൾ തിരിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഇപ്പോൾ തുറക്കണം കേട്ടോ ഫോൺ. അതിൻ്റെ ഇതിൽ നിന്ന് ഫോണിൻ്റെ ഒരു ജസ്റ്റ് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ട് തുറക്കണ്. ഇതാണ് ഫസ്റ്റ് വ്യൂ കേട്ടോ. ഓക്കെ, ഞാൻ ഫോൺ എടുക്കണതിന്ന് എടുത്തു. എല്ലാ സൈഡും ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു സൈഡ് ഓക്കെ, ഡിസ്പ്ലേ ഒക്കെ നല്ല വലിപ്പം, സൈസ് ഉണ്ട്.
സൈസ് ഞാൻ പറയാം ഞാൻ എന്തായാലും. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഓക്കെ, 3 ക്യാമറയും ഒരു ഫ്ലാഷും കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സൈഡ് കേട്ടോ. അവിടെ വോളിയം ബട്ടൺ ഉണ്ട്, പിന്നെ പവർ ബട്ടൺ ഉണ്ട്. അതാണ് തോന്നുന്നു ഫിംഗർ പ്രിൻ്റ് അവിടെയും ചെയ്യാം, അതേപോലെ സ്ക്രീനിലും പറ്റുമായിരിക്കും. ഇതതിൻ്റെ അടുത്ത സൈഡാണ്. അവിടെ സിം ട്രേ ആണ് വരുന്നത്, അവിടെ സിം ട്രേ. അതുപോലെ ഇതിൻ്റെ ടോപ്പ് സൈഡാണ്. ടോപ്പ് സൈഡിൽ കാണുന്നത് 3 മൈക്രോഫോണിൻ്റെ ഇത് കാണുന്നുണ്ട്, പിന്നെ ഒരു സ്പീക്കറും കാണുന്നുണ്ട്. ബോട്ടം സൈഡിൽ USB-C പോർട്ടും ഉണ്ട്, ഒരു മൈക്രോഫോണും ഉണ്ട്, ഒരു സ്പീക്കറും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ സ്റ്റീരിയോ സ്പീക്കറാണ്. ഓക്കെ, ഇതേ കണ്ട, ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരുന്നത് ഇതെല്ലാം കൂടി. അപ്പോൾ അതിൻ്റെ ബോഡിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. കണ്ട ആ ബോഡിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ ബോഡി ആർമേഡ് അലുമിനിയം കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഹെവി സ്ട്രോങ് ആണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഞാൻ നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചാണ്. അതേപോലെ ഇപ്പുറത്തെ ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേ 6.2 ഇഞ്ച് സൈസ് വരുന്നത്. ഈ ഡിസ്പ്ലേ ഇതാണ് ഡിസ്പ്ലേ. കണ്ട, ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി നോക്കണം എങ്ങനെയാണ്. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ മടക്കി നോക്കി. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. എല്ലാം ഭയങ്കരമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്, ഗ്യാപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബേക്കും നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഓക്കെ, സ്പീക്കർ കാര്യങ്ങളൊക്കെ അവിടെ. ഓക്കെ, ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഈ ഡിസ്പ്ലേ 6.2 ഇഞ്ചാണ്. അവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്, കണ്ട. ആ ക്യാമറ 4 മെഗാ പിക്സലിൻ്റെയാണെന്ന് തോന്നുന്നു. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം അവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്, അത് 10 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അതുപോലെ ആ ഡിസ്പ്ലേയുടെ സൈസ് 7.6 അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫോൺ സ്വിച്ച് ഓൺ ആക്കണ്. അപ്പോൾ ഇത് സ്വിച്ച് ഓൺ ആവണം. അപ്പോൾ ഞാൻ ഇതോടുകൂടി ഇത് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒന്നും കൂടി നന്ദി പറയുന്നത്. അപ്പോൾ ഇതേ സ്വിച്ച് ഓണിൻ്റെ ബട്ടൺ ഞെക്കി സ്വിച്ച് ഓൺ ആവണം. ഇതേ സ്വിച്ച് ഓൺ ആയി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ 7.6 സൈസ് വരുന്നത്. അതേപോലെ അതിൻ്റെ റെസൊല്യൂഷൻ പിക്സൽ വരുന്നത് 2176x1812 പിക്സൽ വരുന്നത്. അതേപോലെ ഫ്രണ്ടിലൊരു ക്യാമറ വരുന്നുണ്ട്, അത് 10 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഈ വലിയ സ്ക്രീനിൽ വരുന്ന ക്യാമറ ഉള്ളിലെ. പിന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ്, അതായത് ബ്രൈറ്റ്നെസ് പറയണമെങ്കിൽ 1700 നിറ്റ്സാണ്. മുമ്പത്തെ 1200 ആയിരുന്നു. അപ്പോൾ ഇതാണ് സ്ക്രീൻ. അപ്പോൾ നമ്മളിത് ഈ സ്ക്രീൻ ഇപ്പോൾ ഉള്ളിൽ ഡിസ്പ്ലേ വന്നിട്ട് ഞാൻ മടക്കി നോക്കണം, പുറത്തേക്ക് ഡിസ്പ്ലേ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മടക്കി നോക്കണം കേട്ടോ. ഓക്കെ, പുറത്തേക്ക് ഡിസ്പ്ലേ വരുന്നുണ്ടോ നോക്കട്ടെ. ഇല്ല, ഡിസ്പ്ലേ വരുന്നില്ല. അപ്പോൾ ഫോൺ സ്ക്രീൻ ഓഫ് ആവണം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഓൺ ആക്കണം, നോക്കട്ടെ. സ്ക്രീൻ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് പുറത്തേക്ക് വരുന്നുണ്ട്. അടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ ഓൺ ആക്കണമെങ്കിൽ പുറത്തത്തെ ഡിസ്പ്ലേ ആണ് ഓൺ ആവുക. അപ്പോൾ ഈ കാണുന്ന ക്യാമറ ഉണ്ട്, ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ക്യാമറ 4 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്, ഫ്രണ്ട് ക്യാം എന്നാണ് പറയുന്നത്. ഫ്രണ്ട് ക്യാമാണ് ഉള്ളത്. അതുപോലെ ഇതാണ് ഇതിൻ്റെ ക്യാമറയാണ് ഇത് കാണിക്കുന്നത്. 50 മെഗാ പിക്സൽ സെൻറ്റർ മെയിൻ ക്യാമറ, ടോപ്പിലെ ക്യാമറ 12, ബോട്ടത്തിലെ ക്യാമറ 10 മെഗാ പിക്സൽ. സാംസങ്ങിൻ്റെ ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് സ്ക്രീൻ ഓണാക്കി വെച്ച സമയത്ത് തന്നെ തുറക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് സ്ക്രീൻ ഉള്ളിലത്തെ സ്ക്രീനിലേക്ക് സാപ്പ് ആവുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് മടക്കി നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയാനായിട്ട്. പെർഫെക്റ്റ്ലി മടങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ എക്സാക്ട്ലി ഞാൻ പറയാം. ഇതിപ്പോൾ എടുത്തിരിക്കുന്ന 512 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണുള്ളത്. പിന്നെ റാം 12 GB ഉണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. Gen 2ൻ്റെ ഓവർക്ലോക്ക്ഡ് വെർഷനാണെന്ന് തോന്നുന്നു ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പിള്ളേരും കുറച്ചും കൂടി ഫാർ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കണം. അപ്പോൾ അതാണ് ഈ സംഭവം. അപ്പോൾ ഈ ഫോണിൻ്റെ എക്സാക്ട്ലി പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,64,999 രൂപയാണ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണിൻ്റെ എക്സാക്ട്ലി പ്രൈസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിർത്തണ്. അപ്പോൾ ഞാൻ എഗെയിൻ പറയണ് വലിയൊരു താങ്ക്സ് അവന്, എൻ്റെ കൂട്ടുകാരന്. കാരണം അവൻ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് അൺബോക്സ് ചെയ്യാൻ തന്നില്ല. ഇത് ഫുള്ള് കാണിക്കുന്നത്, ഞാൻ എൻ്റെ പാക്കേജ് ഫുള്ള് കാണിക്കുന്നത് ഇതാണ് ഫോൺ. ഇതിൻ്റെ ഇപ്പം ചാർജർ കിട്ടിയിട്ടില്ല. ടൈപ്പ് USB-C to C കേബിൾ മാത്രമേ ഉള്ളൂ. ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഒരു കവറുണ്ട്, അതേപോലെ ഒരു പേനയും ഉണ്ട്. അത് തന്നിട്ടില്ല, അത് കടക്കാർ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ എല്ലാം കാണിക്കുന്നത്. ഇത് ഫോൺ, അതുപോലെ ഇതതിൻ്റെ കവറ്, ഇതതിൻ്റെ അക്സസറീസ് വരുന്ന ഇത്രയേ ഉള്ളൂ ഈ പാക്കേജിൽ ഫുള്ള്.
അപ്പോൾ ഞാൻ നിർത്തണം. എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതെൻ്റെ ആദ്യത്തെ അൺബോക്സിംഗ് ആണ്, അതുകൊണ്ട് കുറേ കുറവുകളൊക്കെ ഉണ്ട്, എന്നാലും അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു.